Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് എൻ്റെ ദൈവം എവിടെ? Where is my God? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതാനും നിമിഷങ്ങൾ ദൈവത്തെ ആരാധിച്ച് കർത്താവിൻ്റെ നാമത്തെ പുകഴ്ത്തി അവിടുത്തെ മഹത്വപ്പെടുത്തി ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാം. പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്ന ഈ കീർത്തനം ആലപിക്കുമ്പോൾ ഒരു നല്ല ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് പോലെ ഓരോ മക്കളും ഓരോരുത്തരും അവരവരുടെ സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാട്ടുപാടി ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിച്ച് അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഉത്ബോധിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധനാവേ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധനാവേ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കുക പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കുക പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ഉണർവോടു ജീവിതം തരയിൽ ഞാൻ ചെയ്യുവാൻ, ഉണർവോടു ജീവിതം തരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധനാവേ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധനാവേ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ഓ പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരണമേ, കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, സർവ്വമക്കളുടെ മേലെ നിറയണമേ. വലിയ ആഗ്രഹത്തോടെ ഹൃദയത്തുറവിയോടെ കൈയടിച്ച് പാട്ടുപാടി പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. തിരുകൃപയാലെ ശരണമതെന്നിൽ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. തിരുകൃപയാലെ ശരണമതെന്നിൽ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കുക പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കുക പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ഉണർവോടു ജീവിതം തരയിൽ ഞാൻ ചെയ്യുവാൻ, ഉണർവോടു ജീവിതം തരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധനാമേ നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധനാമേ ശക്തിയാലെ നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധനാമേ ശക്തിയാലെ നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ഒരുമിച്ച് പാടി പാടി ശക്തിയാലെ നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധനാമേ 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 ശക്തിയാലെ നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. നിറയ്ക്കണേ നാഥാ, ശക്തരായി. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ക്ഷീണങ്ങളിലെ മേൽ ദൈവശക്തി ആവർത്തിക്കും. ഓ ഗ്ലോറി 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 ഗ്ലോറി. We worship you Lord. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു.
പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. ആദ്യമായി വചനം കേൾക്കുന്നവർ ഇപ്പോൾ അങ്ങയുടെ നാമത്താലും അങ്ങയുടെ സാന്നിധ്യത്താലും വലിയ അഭിഷേകം പ്രാപിക്കട്ടെ. സ്ഥിരം എല്ലാ ആഴ്ചകളിലും വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ദൈവമേ ഇപ്പോൾ ഒരു പുതിയ ജീവൻ പ്രാപിക്കട്ടെ. കർത്താവേ, കുട്ടികളെ, യുവതിവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. രോഗികളെ അവിടുന്ന് പ്രത്യേകം നോക്കണമേ. കർത്താവേ, സമൂഹത്തെ കടാക്ഷിക്കണമേ. അങ്ങ് സ്വർഗം തുറന്ന് കരങ്ങൾ തുറന്ന് അനുഗ്രഹങ്ങളെ വർഷിക്കണമേ. എല്ലാ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ സമയത്ത് ബാലികാ ബാലന്മാർ, കുട്ടികൾ, കൈക്കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കുകയാണ്. Those who are attending the Abhishekagni program, all the children, all the infants, everybody is blessed by God. So I greet all the children in a special way. Praise the Lord. Praise the Lord. Hallelujah. 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 ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ്, എൻ്റെ ദൈവം എവിടെ? Where is my God? ജീവിതത്തിൻ്റെ വളരെ കൈപ്പേറിയ ബിറ്റർ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് ഉത്തരം കിട്ടുന്നില്ല, അധ്വാനിച്ചിട്ട് ഒരു കാര്യവും നടക്കണില്ല. അങ്ങനെ വേദനിക്കുന്ന സമയത്ത് സാത്താൻ ഹൃദയത്തിലേക്ക് കൗശലപൂർവം ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു വിഷചിന്തയാണ്, നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, നിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. യെശയ്യാ പ്രവചനത്തിൽ 59 അധ്യായം 9 തിരുലിഖിതം, നീതി ഞങ്ങളിൽ നിന്ന് വിദൂരത്താണ്, ന്യായം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞങ്ങൾ പ്രകാശം തേടുന്നു, എന്നാൽ എങ്ങും അന്ധകാരം. ദീപ്തി അന്വേഷിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ മാർഗം നിഴൽ മൂടിയിരിക്കുന്നു. അന്ധന്മാരെ പോലെ ഞങ്ങൾ ചുമരു തപ്പി നടക്കുന്നു. അന്ധന്മാരെ പോലെ ഞങ്ങൾ ചുമരു തപ്പി നടക്കുന്നു. നിരവധി മക്കളുടെ വേദനയാണിത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തിലെ ഒരു തിരുലിഖിതം കർത്താവ് സന്ദേശമായി നൽകി. ബുക്ക് ഓഫ് ബാറൂക്ക് chapter 2 verse 5. We are brought low, not raised high, because we sinned against our God, the Lord of hosts, not listening to his voice. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ ഞങ്ങൾ നിലം പറ്റി. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പാപങ്ങളെ എത്ര നേരത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം വലിച്ചെറിയുന്നുവോ അത്രയും നമുക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് വേഗം അടുക്കാൻ പറ്റും. ദൈവത്തിൻ്റെ രക്ഷ കാണാൻ സാധിക്കും. ഒരനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബിനു. ഞാൻ പുന്നമടയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടുപേര് പറമ്പിൽ. ചങ്ങനാശ്ശേരി അതിരൂപതയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഓസ്ട്രേലിയയിലാണ്. ഞങ്ങൾക്ക് ഇവൻ ജനിച്ചതിന് ശേഷം 6 വർഷമായിട്ടും കുട്ടികളുണ്ടാകുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു, പിന്നെ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചെങ്കിലും കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല. അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെ വട്ടയലച്ചൻ്റെ അഭിഷേകാഗ്നി പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കമ്പ്യൂട്ടറിൽ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അഭിഷേകത്തിൻ്റെ എപ്പിസോഡുകൾ കണ്ട് ഇവരെ നിരന്തരം അങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം അങ്ങനെ ഞങ്ങൾ അഭിഷേകത്തിന് ഒരു എപ്പിസോഡിൽ വട്ടയലച്ചൻ പറഞ്ഞു,
സങ്കീർത്തനം 2:8 നീ എന്നോട് ചോദിച്ചുകൊള്ളുക, നിനക്ക് ഞാൻ ജനതകളെ അവകാശമായി നൽകും. അത് ആ വചനം എന്നെ ആഴ്ത്തി സ്പർശിച്ചു. അത് കഴിഞ്ഞ് ടൈലച്ചൻ്റെ ഒരു വേറൊരു എപ്പിസോഡിൽ മദ്യപാനത്തെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഒരു തീരുമാനം എടുത്തു, ഇനി ഞാൻ മദ്യപിക്കില്ല എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ പാർട്ടികൾക്കൊക്കെ അവിടെ ഇങ്ങനെ മദ്യമുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ചേർന്ന് മദ്യം കഴിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അതുകൂടാതെ അതുക്ക് മുമ്പ് ഞാൻ 2 വർഷം നിർത്തിയിരുന്നു. പക്ഷേ പിന്നെ ഞാൻ വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ട് ഫ്രണ്ട്സ് പിന്നെ എൻ്റെ അളിയന്മാരൊക്കെ വരും. അപ്പോൾ പിന്നെ അവർക്കൊരു കമ്പനി കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് പിന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അന്ന് ഞാനൊരു തീരുമാനം എടുത്ത് ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല. യേശുവേ, നോക്ക്, എപ്പിസോഡിലെ മദ്യപാനായിരുന്ന ടോക്ക് കേട്ടോണ്ടിരുന്നപ്പോൾ ഈ ദാസൻ തീരുമാനം എടുത്ത് ഇനി ഈ പരിപാടിയില്ല. കൂട്ടുപോയാൽ പോയി, അളിയൻ പോയാൽ പോയി, എന്തായാലും ശരി ഇനിയില്ല. അപ്പോൾ 2010 ജൂണിൽ ഞാൻ മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ചു. 2010 ജൂലൈയിൽ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ്. നോക്ക സഹോദരങ്ങളെ, അത് നോക്കി. അപ്പോൾ ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ദൈവം ചില കാര്യം നോക്കാം. അവർ പ്രാർത്ഥിച്ച് അത് ഞാൻ പറയാം, ആ ടോക്ക് എടുപ്പ് തീരുമാനം എടുത്ത് ഇനിയില്ല. അതായത് ആദ്യമായി ബന്ധമൊക്കെ ശരി തന്നെ, പക്ഷേ ഈ വിഷയത്തിലില്ല. തീരുമാനം എടുത്തു. പിറ്റേ മാസം കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഈ സാക്ഷ്യം പറഞ്ഞു. 2011 മാർച്ച് 9 ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് ഒട്ടയലച്ചൻ 2014 പെർത്തിൽ ധ്യാനിപ്പിക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഞാനവിടെ ഈ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് 3ാമതൊരു പെൺകുച്ചൂടെ ഉണ്ടായി. ഒരു സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. അടുത്ത പ്രസംഗയുടെ കർത്താവ്, മകനെ നീ എത്രയോ ഭാഗ്യവാനാ. ഇവരെ ഇഷ്ടംപോലെ അനിയന്മാരെ അനിയത്തിമാരെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇനിയും കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 2015 ഡിസംബറിൽ ഒരു പെൺകുഞ്ഞിനെ കൂടെ ഒന്ന്. ദൈവം തരുമ്പോൾ കൈ നീട്ടി സ്വീകരിക്കണം. ഈ സാക്ഷിയൊക്കെ പറഞ്ഞ് വലിയൊരു അനുഗ്രഹമായി സമൂഹത്തിനുള്ള ഒരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 4ാമത്തെ കൊച്ചിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു, അപ്പോൾ ഈ 4 സിസേറിയനാണ്. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. 4 എന്താണ്? സിസേറിയനാണ്. അപ്പം നോക്കി, ആദ്യത്തെ 2 സിസേറിയൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് എന്താ പറയണത്? ഇനി പ്രഗ്നൻ്റ് ആകരുത്. അവർക്കുള്ള സാക്ഷി അത് പറഞ്ഞു കേട്ടാ. അപ്പം ഡോക്ടർ അവർ പറഞ്ഞു കൊച്ചിൻ്റെ തല ചെറുതായിരിക്കും. അങ്ങനെ 10 സ്കാൻ ചെയ്തു. അവിടെ പിന്നെ നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട. സ്കാനിങ് കുറിച്ച് നമ്മൾ പോയി സ്കാൻ ചെയ്താൽ മതി. അപ്പം ഞങ്ങൾ വളരെ വിഷമിച്ചു, ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് അവർ ഞങ്ങളെ കൊണ്ട് എഴുതി വെപ്പിച്ചു, ഇനിയിപ്പം അടുത്ത പ്രസവമില്ല, പ്രസവം നിർത്തണം. എഴുതി വെപ്പിച്ച് അപ്പോൾ അന്ന് 2015 ഡിസംബർ ഈ കൊച്ചു ജനിക്കുന്നതിൻ്റെ അന്ന് രാവിലെ വൈഫ് എന്നോട് പറഞ്ഞു, അങ്ങനെ എഴുതി വെച്ചാൽ ശരിയായില്ല, നമുക്ക് പ്രസവം നിർത്തണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവർ സമ്മതിക്കത്തില്ല. ഹോസ്പിറ്റലിൽ അവർ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, കാരണം സെയിം സ്കാർ തന്നെയാണ് മുറിക്കുന്നത് വീണ്ടും വീണ്ടും. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ രാവിലെ ഒരു 10 മണിയായപ്പോൾ വൈഫിന് കൺട്രാക്ഷൻ ഫീൽ ചെയ്തപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഞാനൊരു 1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. ഇവരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ട് നിങ്ങൾ പൊക്കോ, ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേർ ഒറ്റയ്ക്ക് വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി. ഒരു 4 മണിയായപ്പോൾ എനിക്ക് ഫോൺ വന്നു, ഇനിയിപ്പോൾ എന്തായാലും സിസേറിയൻ ചെയ്യാൻ പോവാണ്, വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരിയെ ഒരു ടേബിളിൽ കിടത്തിയിരിക്കുവാണ്, സിസേറിയൻ ചെയ്യാൻ പോവുക. അപ്പം ഇവർ പറഞ്ഞു, അങ്ങനെയാണ് ഇനിയിപ്പോൾ നിർത്താനുള്ള പ്രൊസീജിയർ ഇന്ന് ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ നിർത്തിയ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിർത്തിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നടന്നില്ല. അന്ന് നമ്മൾ പറയാതെ തന്നെ അവർ പറഞ്ഞു, ആ പ്രൊസീജിയർ ഇപ്പോൾ എമർജൻസിയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നോക്ക സഹോദരൻ, ശരിക്കും പ്രസവം നിർത്തുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണത്, ദൈവം ആഗ്രഹിക്കാത്ത കാര്യമാണ്. പക്ഷെ അവിടെ നിയമത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഇവർക്ക് ചെയ്യാനും പറ്റാത്ത സാഹചര്യം വന്നു. പക്ഷെ ഇവർ ഈശോടെ അങ്ങ് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ദൈവം വേറെ വഴികളിലൂടെ അതങ്ങോട്ട് ക്രമീകരിച്ചു. ആദ്യം എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ്, പക്ഷെ അത് കഴിഞ്ഞ് അത് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് 2015 ഡിസംബർ 15-ാം തീയതി 4ാമതൊരു പെൺകുഞ്ഞിനും കൂടെ തന്നു ദൈവം അനുഗ്രഹിച്ചു. ഈ സാക്ഷ്യം വലിയ വിശ്വാസത്തെ ഉയർത്തുന്ന ഒരു സാക്ഷിയാണ്. കൈകൾ ഉയർത്തി കൈയടിച്ച് സന്തോഷിച്ച് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൻ്റെ സർവ്വ കാര്യങ്ങളും നടക്കുന്ന വിധം ജീവിതം രൂപാന്തരപ്പെടുക. 2 Samuel chapter 5 verse 10. But David became greater and greater because the Lord of hosts was with him. ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി, കാരണം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ദൈവം എവിടെ? ഇന്ന് എന്തുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളിൽ തടസ്സം? യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ രക്ഷയ്ക്ക് തടസ്സം എന്നാണ് കൊടുത്തിരിക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി സകല തലമുറകളിലുമുള്ള സകല ദേശങ്ങളിലുമുള്ള ദൈവമക്കൾക്ക് വേണ്ടി ഒരു ഉറപ്പ് നൽകുകയാണ്. ഇറ്റ് ഈസ് ആൻ അസർഷൻ, ഇറ്റ് ഈസ് എ ട്രൂത്ത്. ഒരു ഉറപ്പാണിത്. ദൈവം പറയുകയാണ്, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കൈകൾ കുറുകിപ്പോയിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ കരം ഞാൻ കാണുന്നില്ല? അടുത്ത വാക്യം, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ദൈവത്തെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല? രണ്ടാമത്തെ വാക്യം അതിനുത്തരം തരുന്നത് ഇങ്ങനെയാണ്, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ പാപങ്ങൾ നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു എന്ന് ഈ പാപം വലിച്ചെറിഞ്ഞ് എനിക്ക് എൻ്റെ കർത്താവിനെ സ്നേഹിക്കണം, എനിക്ക് എൻ്റെ കർത്താവുമായി ഒന്നാകണം, കർത്താവിനോടുള്ള സ്നേഹബന്ധം പുനഃസ്ഥാപിക്കുന്നുവോ, അന്ന് നിന്നെ അവിടുന്ന് ഛേദോഹരമായ അവകാശം നൽകി പുനഃസ്ഥാപിക്കും. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മാത്യു, ഈരൂരിക്കൽ, അങ്കമാലി, എറണാകുളം അതിരൂപത, തിരുവാങ്കുളം സെൻറ്റ് ജോർജ് ഇടവക. എൻ്റെ ജോലി പേപ്പറിൻ്റെ ഏജൻസിയാണ്. ഞാൻ ഒരു 13 വയസ്സ് മുതൽ പുകവലിയുടെ അടിമയായിരുന്നു. 13 വയസ്സ് മുതൽ ഒരു പുകവലിയുടെ ഒരു അടിമത്തം ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിൽ കയറിപ്പറ്റി. എൻ്റെ ഭാര്യ ഞാൻ 2014 ഇവിടെ കൺവെൻഷന് വന്നു. അതിനു മുമ്പ് 1 വർഷം മുമ്പ് എൻ്റെ ഭാര്യ ഇവിടെ വന്ന് കൺവെൻഷൻ കൂടിയപ്പോൾ എന്നോട് പറഞ്ഞു, നല്ല അനുഭവമാണ്, പോയി ഒന്ന് സിഗരറ്റ് വലി നിർത്താം, നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ പലതും സാധിക്കും എന്ന് പറഞ്ഞു. ശരി, നമുക്ക് പോയേക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് 14-ാം തീയതി 2014 ജൂലൈ 14-ാം തീയതി ഞങ്ങൾ അവിടുന്ന് എറണാകുളത്ത് നിന്ന് ബസ് കയറി. രാവിലെ എഴുന്നേപ്പം ഒരു സിഗരറ്റ് വലിച്ചു. അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ കയറി. ഒരു സിഗരറ്റ് ഞാൻ കരുതി. ഇവിടെ മണ്ണാർക്കാട് വന്ന് ഇറങ്ങുമ്പോൾ എനിക്കറിയാവുന്ന സ്ഥലമാണ് മണ്ണാർക്കാട്. അതിപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയാൽ വലിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് ഓർത്തു. പക്ഷേ വന്നതേ ഒരു ബസ് കിട്ടി, നേരെ അട്ടപ്പാടിയിലോട്ട് വന്നു. അത് നന്നായാലും ഗ്യാപ്പില്ലാതെ ദൈവമെല്ലാം ക്രമീകരിച്ചു. ആ സിഗരറ്റ് ഞാൻ അവിടെ നിന്ന് പോക്കറ്റിൽ നിന്ന് എടുത്ത് പയ്യെ ചുരുട്ടി താവിട്ടിട്ടു, ഇവിടുന്ന് കോമ്പൗണ്ടിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് പല കാര്യങ്ങളും നേടാനുണ്ട്, കർത്താവിനോട് ഒത്തിരി കാര്യങ്ങൾ സാധിക്കാനുണ്ട്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് കോമ്പൗണ്ട് കയറിയപ്പോൾ അത് താഴെ ഇട്ടു അല്ലേ? താഴെ ഇട്ടു. അതല്ലേ ഇവിടെ കയറി അങ്ങ് ബാക്കിയോട് പറഞ്ഞു അങ്ങ് താഴെ ഇടാൻ തോന്നി. അന്നേരം എനിക്ക് തോന്നി ഇനി ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ വലിക്കാൻ പറ്റില്ലായിരിക്കും ഓർത്ത് ഞാൻ താഴെ ഇട്ടു. ഈ കോമ്പൗണ്ട് കയറിയപ്പോൾ സംഗതി തോന്നി ഇത് അത്ര പന്തയാൻ തോന്നിയിട്ട് ചേട്ടൻ പതുക്കി അതിനകത്ത്. എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല അതിൻ്റെ ഒരു പോക്കറ്റിൽ ഇങ്ങനെ ഉണ്ടായിരുന്നുണ്ട്. ആ ഭാര്യ പോലും കണ്ടുപോയില്ല. താഴോട്ടിട്ടു. അതിനുശേഷം ഞാനിവിടെ വന്ന് കയറി ധ്യാനമൊക്കെ കൂടി
അത് കഴിഞ്ഞ് വെച്ച് ഞാനിങ്ങനെ അപ്പോൾ അച്ഛൻ പറഞ്ഞു അനുഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ അനുഗ്രഹങ്ങളൊക്കെ വന്ന് ഒരു കാര്യം പറയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി അച്ഛനെ അടുത്ത് ഞാൻ 2 എണ്ണം പറയും, ഉറപ്പ് പെട്ടെന്ന് പറയാമല്ലോ എന്ന് ഓർത്തു. ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ ഭയങ്കര ധൃതിയില്ല, ഒറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ 4 വർഷമായിട്ട് ഞങ്ങളുടെ മൂത്ത മോളുടെ കല്യാണം അങ്ങനെ ആലോചിച്ച് നടക്കാതെ ഒരു കല്യാണം ഉറപ്പിച്ചു, അത് മാറിപ്പോയി, അങ്ങനെ കഷ്ടപ്പെടുകയായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ എൻ്റെ മോളുടെ കല്യാണം, ശരി 3 മാസത്തിലാണ് നടക്കുന്നത്. പെട്ടെന്ന് അച്ഛൻ എന്നോട് ആശീർവദിച്ച് എന്നോട് തല വെള്ളം തളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങ് പോയി. അതിനുശേഷം ഞാൻ ഓർത്തു അനുഗ്രഹമൊന്നും കിട്ടിയില്ലായിരിക്കും, എനിക്ക് ധ്യാനമായിട്ട് ഒന്നും ഒരു അനുഭവം തന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ധ്യാനം കഴിഞ്ഞ് ബസ്സൊക്കെ കയറി. ഇപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചു, നിനക്ക് വല്ല അനുഭവം ഉണ്ട്? എനിക്കൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു എനിക്കും ഒന്നും ഉണ്ടായില്ല. 2 പേരും നല്ല ഐക്യമുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് വരുമായിരിക്കും ചിലപ്പം എന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി അവിടെ ചെന്ന് ഞങ്ങൾ ഒരാഴ്ച പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പയ്യെ അനുഭവമൊക്കെ പയ്യെ മാറി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അപ്പോൾ ഞാൻ രണ്ടാമത് ചോദിക്കാനിരുന്നൊരു കാര്യം, എൻ്റെ മോൻ ബേസിക് നേഴ്സിംഗ് പഠിച്ച് 4 വർഷം കഴിഞ്ഞിട്ട് ഈ ഇന്ത്യയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് 10,000 രൂപയ്ക്ക് ശമ്പളത്തിന് പഠിച്ച് ഞാൻ ചിലവിന് അങ്ങോട്ടും കൊടുത്ത് ഞാൻ അങ്ങനെ കഴിയുമായിരുന്നു. അപ്പോൾ കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫോൺ കോള്, കുവൈറ്റിന് പോകാൻ ചാൻസ് ഉണ്ട്, വേഗം അപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പം അവൻ ഡൽഹിയിലായിരുന്നു. അപ്പം ഞാൻ ഉടനെ അവനെ വിളിച്ച് ഡൽഹിയിൽ നിന്ന് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നു, ആപ്ലിക്കേഷൻ കൊടുത്തു, ഇൻ്റർവ്യൂ ചെയ്തു, സെലക്ഷനായി. 3 മാസത്തിനകം നവംബർ 30-ാം തീയതി അവൻ കുവൈറ്റിന് ഫ്ലൈറ്റ് കയറി. ആ വർഷം തന്നെ. അതിനുശേഷം 2015 ജനുവരി മാസത്തിൽ എൻ്റെ മൂത്ത മകളുടെ കല്യാണവും നടന്നു. അത് നല്ലപോലെ സ്ത്രീധനവും കൊടുത്ത് ഞങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റി. ഞാനിപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ നടക്കാൻ ഞങ്ങൾ ദൈവം സഹായിച്ചു. പുകവലി ഇന്നു വരെ വലിച്ചിട്ടില്ല. വലിക്കില്ല. അതിനുശേഷം ഞങ്ങൾ ഇത് 2 കെട്ടി. അപ്പം ദൈവം ഇതുകൊണ്ട് തീർത്തു ആയിരിക്കുന്നു. എൻ്റെ ഇളയ മകളുടെ കല്യാണം ഈ 2016 ജനുവരിയിൽ എൻ്റെ മകളുടെ കല്യാണവും കഴിഞ്ഞു. ഇളയ മകളുടെ കല്യാണവും എല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഒന്നുകൂടി ധ്യാനം കൂടാൻ വേണ്ടി എത്തിച്ചേർന്ന് നോക്കുന്നത്. ഈ അപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യം സഹായിക്കുക, അതായത് കോമ്പൗണ്ട് കയറിയപ്പോൾ താഴെ ഇട്ടപ്പോൾ ഈ ചേട്ടൻ മനസ്സിൽ ചിന്ത വന്ന്, എനിക്ക് ഇവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ നടക്കാൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും മാറ്റുക. അങ്ങനത്തെ ഒരു ആത്മാവിൻ്റെ പ്രചോദനം കിട്ടി. പക്ഷേ ധ്യാനം കഴിഞ്ഞാൽ പോയി പ്രത്യേകിച്ച് യാതൊരു അനുഭവമില്ല. അങ്ങനെയുണ്ട് ചിലപ്പോൾ. അതായത് നിങ്ങൾ ആന്തരിക ധ്യാനസഭ എന്ന പുസ്തകം വായിച്ച് മനസ്സിലാവും. ചിലപ്പോൾ വലിയ അഭിഷേകങ്ങൾ അനുഗ്രഹം ലഭിക്കുമ്പോൾ പ്രകടമായ ഒരു അനുഭവം ഉണ്ടായിന്ന് വരിക. അങ്ങനെ അവർ ഭാര്യ ഭർത്താക്കളുടെ പാട്ടും പാടി അനുഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പോയി. പക്ഷേ ചെന്ന് പിന്നെ പുകവലിക്കാൻ തോന്നണില്ല. മകൻ്റെ ജോലിയുടെ കാര്യം ശരിയായി, മകളുടെ കല്യാണം നടന്നു. ഇളയ മകളുടെ 4 വർഷമായിട്ട് തടസ്സമായിരുന്നു. എല്ലാം കർത്താവ് ക്രമീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. 127 സങ്കീർത്തനത്തിൽ 1-ാമത്തെ തിരുലേഖനം പഠിപ്പിക്കുകയാണ്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥമാണ്. If the Lord does not build the house, the work of the builders is useless. If the Lord does not guard the city, it is useless for the sentries to stand guard. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് എന്തുകൊണ്ട് നമ്മുടെ ഭവനങ്ങൾ കർത്താവ് പണിയുന്നില്ല? ഇന്ന് എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് കാക്കുന്നില്ല? എന്തുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല? എൻ്റെ ദൈവം എവിടെ? വേർ ഇസ് മൈ ഗാഡ് എന്ന് ഞാനും നിങ്ങളും അന്വേഷിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തരം തരുന്നതാണ്. ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിച്ചത്, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അങ്ങേക്കെതിരായി പാപം ചെയ്തതിനാൽ ഇന്ന് അങ്ങയെ കാണാൻ പറ്റുന്നില്ല, ഇന്ന് അങ്ങയുടെ അനുഭവമില്ല, ഉന്നതി പ്രാപിക്കാതെ ഞങ്ങൾ നിലം പറ്റി. We are brought low, not raised high, because we sinned against the Lord our God, not listening to his voice. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുക. ലോകവും ലോകത്തിൻ്റെ വളർച്ചയല്ല മക്കളെ, കർത്താവിനോട് ഹൃദയത്തിൽ ഒന്നാകാൻ വേണ്ടി ആഗ്രഹിക്കുക. ഹൃദയം കർത്താവിന് വേണ്ടി ദാഹിച്ച് അതിനുവേണ്ടി കർത്താവിനോട് ഒന്നാകാൻ വേണ്ടി പാപത്തെ വലിച്ചെറിഞ്ഞാൽ
നമ്മുടെ ബാക്കി കാര്യങ്ങളിൽ കർത്താവ് നമ്മളെ നോക്കിക്കൊള്ളും. ഈ സമയം കൈകൾ കൂപ്പി പ്രാർത്ഥിച്ച് കർത്താവിന് മുമ്പിൽ നമുക്ക് വ്യാപരിക്കാം. സമയം സമാഗതമാ സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ ഒരു കീടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. കർത്താവേ, സ്പർശിക്കണം. ഞങ്ങളുടെ മാർഗങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് പാപ വഴികൾ വിട്ട് നാശ വഴികളെ വിട്ട് നിത്യജീവന്റെ വഴികളിലേക്ക് തിരിയാൻ അനുഗ്രഹിക്കണമേ. തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിഞ്ഞിടുവിൻ. തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിഞ്ഞിടുവിൻ. സ്വയമേച്ചമയ്ക്കുന്ന കേകം വെടിഞ്ഞ് തിരുഗൃഹേ വാടിടുവിൻ. തിരുജീവൻ നേടിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരു കീടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ രക്ഷിതാവേ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, എനിക്ക് വേണ്ടി പാപപരിഹാരബലിയായി തീർന്നവനെ, ജീസസ് മൈ ലോർഡ്, മൈ റെഡീമർ, കം ടു മൈ എയ്ഡ്, ഹറി ടു മൈ എയ്ഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോർഡ്, ഹറി ടു മീ, ജീസസ്. യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം, യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം, യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം, യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾക്കു